2025 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനുകളെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പേരാണ് അക്ഷയ് ബിജു. 2025 ജെഇ മെയിൻസ്, ജെഇ അഡ്വാൻസ്ഡ് എന്നീ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനുകൾക്ക് കേരളത്തിൽ നിന്നും 1ാം റാങ്ക് നേടിയ നമ്മുടെ മിടുക്കനാണ് അക്ഷയ് ബിജു. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അക്ഷയ് ബിജു എന്ന പേര് മാത്രം മതി. അക്ഷയ് ബിജു എന്ന പേര് തന്നെ ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമ്മോടൊപ്പം ഉള്ളത് അക്ഷയ് ബിജുവും അക്ഷയ് ബിജുവിന്റെ അമ്മയുമാണ്. അപ്പൊ ഇന്ന് വിക്ടറി ഡേക്ക് വന്ന് സമ്മാനങ്ങളൊക്കെ വാങ്ങി വളരെ സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും അക്ഷയ്, നമുക്കറിയാം ജെഇ മെയിൻസിന് AR 98 ആയിരുന്നു, അഡ്വാൻസ്ഡിന് 192 ആയിരുന്നു. അപ്പൊ ഇപ്പോ ഏത് IIT-യിലാണ് ജോയിൻ ചെയ്യുന്നത്? ഇപ്പം IIT കാൺപൂരിൽ കമ്പ്യൂട്ടർ സയൻസിനാണ് ഇപ്പോഴത്തെ സെക്കൻഡ് റൗണ്ടിനനുസരിച്ച് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ അക്ഷയ് ബിജുവിൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പോൾ മാം ആയുർവേദ ഡോക്ടറാണ്, നിഷ എന്നാണ് പേര്. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളും ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? അച്ഛൻ ബിജു ആണ്. അച്ഛൻ കോഴിക്കോട് തന്നെ ട്രഷറിയിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ആരോഗ്യപരമായ കാരണം കൊണ്ട് ഈ പരിപാടിയിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ വീട് കോഴിക്കോടാണ്. പിന്നെ കോഴിക്കോട് നിന്ന് ബ്രില്യനിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ കോട്ടയത്ത് വന്ന് KE മാന്നാന സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് +1 +2 പഠനം പൂർത്തിയാക്കിയത് അക്ഷയ്. അപ്പോൾ അക്ഷയ് നമ്മുടെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് +2 പ്രോഗ്രാമിലെ വിദ്യാർത്ഥിയായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരു റോൾ മോഡലായിരിക്കും അക്ഷയ്. അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ അക്ഷയ് ബിജു പ്രിപ്പയർ ചെയ്തതുപോലെ പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അക്ഷയുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ബ്രില്യൻറ്റിൻ്റെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടാവുമായിരുന്നു. അന്നിപ്പം ക്ലാസ് ഉള്ള ദിവസം രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കാൻ തുടങ്ങും. പിന്നെ ക്ലാസ് ഇട്ട് വന്നിട്ട് ഒരു 4:30 6 മണിയൊക്കെ ആകുമ്പോൾ പിന്നെയും പഠിക്കാൻ തുടങ്ങും. രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും. പിന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഏകദേശം പറ്റുന്ന അത്രയും സമയം പഠിക്കാൻ നോക്കും. പഠിക്കേണ്ടത് എന്താണെന്നൊക്കെ ബ്രില്യൻറ്റിൽ നിന്ന് തന്നെ കറക്റ്റ് പറഞ്ഞു തരുമായിരുന്നു. ടീച്ചേഴ്സൊക്കെ ഗൈഡൻസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് അല്ലേ? ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്രില്യൻറ്റ് 2024 നവംബർ ഒക്കെ ആകുമ്പോഴേക്കും ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ സിലബസ് തീർത്തിരുന്നു. അതുകൊണ്ട് പിന്നെ കുറേ കാലം എക്സാമിന് വേണ്ടി തന്നെ സാമ്പിളായിട്ട് എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. പിന്നെ ബ്രില്യൻറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരുന്നു എക്സാം നടത്തിയത്, മെയിൻസിനും അഡ്വാൻസിനും. ശരിക്കത്തെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് ഇതിന് വളരെ ഹെൽപ്പ് ചെയ്തു. അതായത് ഒരു ഡിസംബർ മുതലൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ജെഇ മെയിൻസിൻ്റെയും അഡ്വാൻസിൻ്റെയും കീമിൻ്റെയും ഒക്കെ എക്സാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ എക്സാംസ് ഒക്കെ നടക്കുന്ന സമയത്താണെങ്കിലും റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഓക്കെ, ആർക്കാണ് ഫസ്റ്റ്, അക്ഷയ്ക്കാണോ അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആണോ? ഒരു ടോപ്പ് റാങ്കിൽ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെങ്കിലും ഇങ്ങനെ നോക്കും, അക്ഷയ്ക്കാണോ ഫസ്റ്റ്, ആർക്കാണ് ഫസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ടോപ്പ് റാങ്കിലേക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും എക്സാംസ് എഴുതിയത്? ഉറപ്പായിട്ടും നമ്മൾ കൺസെപ്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഇത്. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും എക്സാംസ് എഴുതിയത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സാം എഴുതിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ് ഇത്രയും ഒരു ടോപ്പ് റാങ്കിലേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തത്? ബ്രില്യൻറ്റ് ക്ലാസ്സുള്ള ദിവസം ബ്രില്യൻറ്റ് എല്ലാ വീക്കിലും ഓരോ എക്സാം നടത്തുമായിരുന്നു, വീക്ക്ലി ടെസ്റ്റ് നടത്തുമായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞ ശേഷം ബ്രില്യൻറ്റ് ഫുൾ സിലബസ് ആയിട്ട് എക്സാം നടത്താൻ തുടങ്ങി. അപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ അനാലിസിസും ബ്രില്യൻറ്റ് വീഡിയോസ് ആയിട്ടും ടെക്സ്റ്റ് സൊല്യൂഷൻ ആയിട്ടും തരുമായിരുന്നു. സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു ഓരോ എക്സാമിനേഷന് ശേഷം. അന്നപ്പം ആ എക്സാമിന് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ദിവസം തന്നെ അനലൈസ് ചെയ്ത് തീർത്ത് അത് എവിടേക്കെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ പിന്നെ അടുത്ത എക്സാമിനെ തെറ്റാണ്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഏതൊരു കുട്ടിയാണെങ്കിലും അവരുടെ വിജയത്തിൻ്റെ പുറകിൽ എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ പാരൻസിൻ്റെ വലിയൊരു സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മാഡത്തിനോട് ചോദിക്കാനുള്ളത്, അപ്പോൾ കൂടെ ഇവിടെ നിൽക്കുമായിരുന്നു, അക്ഷയുടെ കൂടെ ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അക്ഷയുടെ ഓരോ ഇപ്പോൾ 11th മുതലുള്ള ഓരോ വളർച്ചയുടെയും കൂടെയുണ്ട്, അല്ലെങ്കിൽ ആദ്യം മുതലേ കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയായിരുന്നു അക്ഷയുടെ ഒരു സ്റ്റഡി പ്ലാനോ, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ ഇത്രയും വലിയൊരു നേട്ടം അച്ചീവ് ചെയ്യാനായിട്ട്? അക്ഷയ് എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ കുറേ ഡിറ്റർമിൻഡ് ആയിരുന്നു. എന്താണ് ഒരു കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം, ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് എന്ത് പഠിക്കണമെന്നോ എത്ര സമയം പഠിക്കണമെന്നോ പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല അക്ഷയിൻ്റെ അടുത്ത്, ചെറിയ ക്ലാസ് തൊട്ടിട്ടാണെങ്കിൽ പോലും.
അപ്പോൾ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഒരു IIT ചേരണം എന്നുള്ളൊരു ആഗ്രഹം 6th തൊട്ടേ അക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയം തൊട്ട് തന്നെ അതിനെന്ത് പ്രിപ്പയർ ചെയ്യണം, എവിടെ ചേരണം എന്നുള്ള, എവിടെയാണ് അതിൻ്റെ കോച്ചിങ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പോഴൊട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്നു. മുതലാണ് ശരിക്കും ഒരു എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അക്ഷയ് ഒരു 6th സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ അവിടുന്ന് കോഴിക്കോട് നിന്നാണെങ്കിലും അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ IIT എന്നുള്ളൊരു IITകളെ പറ്റി അറിയാനും അപ്പോൾ IITയിൽ ചേരണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് എവിടെയാണ് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് കിട്ടുക എന്നുള്ള ഒരു സെർച്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ പറ്റി അറിയാൻ കഴിഞ്ഞതും. അതിന് കൂടെ തന്നെ മോള് ഇവിടെ തന്നെയാണ് ചെയ്തിരുന്നത്, റിപ്പീറ്റ് ചെയ്തത് ഇവിടെ നിന്നാണ്. അങ്ങനെ മോൾക്ക് സേലത്ത് മെഡിക്കൽ കോളേജ് MBBS അഡ്മിഷൻ കിട്ടി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും നമുക്കുണ്ട്, ബ്രില്യൻറ്റിന്റെ ഒരു കോച്ചിങ്ങിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടൊന്നും വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രില്യൻറ്റ് ചേരണമെന്ന് ഉറച്ച തീരുമാനമായിരുന്നു. ഇപ്പോൾ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് ട്രൈ ചെയ്ത് അങ്ങനെ ബ്രില്യൻറ്റിൻ്റെ സ്കോളർഷിപ്പ് 2nd റാങ്കോട് കൂടിയാണ് കെ മാന്നാനെ സെലക്ട് ചെയ്ത്. അപ്പോൾ കെ സ്കൂളിൽ തന്നെ പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഓരോ എക്സാം എനിക്ക് തോന്നുന്നു ഓരോ വീക്ക്ലി ഉള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. ഒരു എക്സാം പോലും മിസ് ചെയ്യാതെ അത് നന്നായി അറ്റൻഡ് ചെയ്ത് അത് അതിൽ വരുന്ന കറക്ഷൻസ് എല്ലാം നോക്കി അത് നോട്ട് ചെയ്ത് വെക്കുകയും പിന്നെ ക്ലാസ്സുകൾ ക്ലാസ്സുകളിൽ ഉണ്ടാവുന്ന ടെക്സ്റ്റ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ക്ലാസ്സിൽ നോട്ട്സ് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. അതുകൂടെ NCERT കവർ ചെയ്ത് പിന്നെ എക്സ്ട്രാ ബുക്കുകൾ സ്കൂളിൽ നിന്നുണ്ടാവുന്ന ഇതിനനുസരിച്ച് എക്സ്ട്രാ ബുക്കുകളൊക്കെ സെർച്ച് ചെയ്ത് അതിൽ നിന്നുള്ള നോട്ട്സൊക്കെ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആദ്യം തൊട്ടേ പഠനം ഉണ്ടായിരുന്നു. ഒരു മാറി നിൽക്കാതെ ഒരു കറക്റ്റ് ഒരു ഇതിൽ പോയിക്കൊണ്ടിരുന്നു. അപ്പം അതായിരിക്കും എനിക്ക് തോന്നുന്നു ഈ എക്സാമിന് നല്ല റാങ്ക് കിട്ടാൻ. എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു അവസരം പോലും പിറകോട്ട് പോവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അത് പഠിച്ചുകൊണ്ടിരുന്നു. ഈ നോട്ട്സൊക്കെ പ്രിലിം തരുന്ന നോട്ട്സൊക്കെ ലാസ്റ്റുള്ള എക്സാമിനോട് അടിച്ചിട്ടുള്ള പഠന റിവിഷൻ സമയത്തൊക്കെ വളരെയധികം അവന് ഉപയോഗമായെന്ന് തോന്നുന്നു. അതിൽ എക്സ്ട്രാ നോട്ട്സൊക്കെ അതിൽ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ ഈ ലാസ്റ്റുള്ള എക്സാമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മോഡൽ എക്സാംസ്. ബ്രില്യൻറ്റ് നടത്തിയുള്ള മോഡൽ എക്സാംസ് ഈ മുന്നോട്ടെത്താൻ വളരെ സഹായിച്ചെന്ന് തോന്നുന്നു. എക്സാമുകൾ നടക്കുന്ന അന്ന് തന്നെ അതിൻ്റെ സൊല്യൂഷൻസും വീഡിയോ സൊല്യൂഷൻസും ഒക്കെ അവൻ അന്ന് തന്നെ അത് കണ്ട് അതിൽ വന്നിട്ടുള്ള കറക്ഷൻസൊക്കെ നോക്കിയത്. പിന്നെ ടീച്ചേഴ്സും പിന്നെ ബ്രില്യൻറ്റിലുള്ള ബിനോയ് സാറൊക്കെ ആണെങ്കിലും അവൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സും ഒക്കെ വളരെ സപ്പോർട്ടായിരുന്നു. ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ എത്ര മാർക്ക് ഉണ്ടായെന്നുള്ളതും അതിലെന്തെല്ലാം കറക്ഷൻ വന്നതും എന്താണ് മൈനസ് ആണ് വരുന്നത്, നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ടോ അതൊക്കെ അന്വേഷിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൂടെ ഒക്കെ തന്നെയാണ് ഈ റാങ്ക് കിട്ടാൻ. പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് അവൻ്റെ ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആണ് ഇതിലേക്ക് എത്താൻ. നമ്മൾ ആ ഒരു കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് ഇത്രയൊരു നല്ല റാങ്ക് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. പക്ഷേ അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അക്ഷയ്ക്ക് മുന്നോട്ടെത്താൻ പറ്റുകയും അപ്പോൾ അതിൻ്റെ കൂടെ ബ്രില്യൻറ്റും കൂടെ നിന്നതുകൊണ്ട് നല്ലൊരു റാങ്ക് നേടാൻ നമ്മൾ അതിൻ്റെ കൂടെ ഫാമിലി അച്ഛനായാലും നമ്മളായാലും അതിന് അവൻ്റെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങൾ കൂടെ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇപ്പം നമുക്കറിയാം അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ റാങ്കുകൾ വന്നുകൊണ്ടിരുന്ന ആളാണ് അക്ഷയ്. എന്നാൽ പോലും ഇപ്പം ഏതെങ്കിലും ഒരു എക്സാം, ബ്രില്യൻ്റൽ എക്സാംസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടഫ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ വരുന്ന വീക്ക് ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ടഫസ്റ്റ് എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു അക്ഷയ്ക്ക്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണൊന്ന് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ രണ്ടുപേരും? വലിയ ടെൻഷനൊന്നും ഉള്ള അല്ല, പുറമെ കാണിക്കാറില്ല അങ്ങനെ ടെൻഷനൊന്നും. അങ്ങനെ എക്സാം കുറച്ച് മോശമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും അത് അതിലുള്ള കറക്ഷൻസൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് അടുത്ത എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. അത്ര നമുക്ക് അങ്ങനെ വലിയൊരു ടെൻഷൻ അവൻ്റെ ഭാഗത്തുനിന്ന് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇല്ല. അപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോൾ ഓരോന്നിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അക്ഷയ്ക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയ, അതല്ലെങ്കിൽ ഏറ്റവും കുറച്ച് സമയം മതി എന്ന് തോന്നിയ സബ്ജക്റ്റ്, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ഇതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിസിക്സ് ആയിരുന്നു പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം. ഫിസിക്സ് കുറച്ചും കൂടി വിഷ്വലൈസ് ചെയ്തൊക്കെ പഠിക്കാൻ പറ്റുമായിരുന്നു, ഇമാജിൻ ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് കുറച്ചുകൂടി. പിന്നെ കെമിസ്ട്രീൻ്റെ ചില ചാപ്റ്റേഴ്സ് അത്യാവശ്യം ബൈ ഹാർട്ട് ചെയ്യേണ്ട മാത്രം ഉണ്ടാവും, ചിലത് മനസ്സിലാക്കിയിട്ട് പഠിക്കാനുള്ളതും ഉണ്ടാവും. കെമിസ്ട്രി കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമായിരിക്കും,
പെട്ടെന്ന് നല്ല സ്കോറിങ് സബ്ജക്റ്റുമാണ് കെമിസ്ട്രി. പിന്നെ മാത്സ് വെച്ചാൽ കുറേ പ്രോബ്ലം സോൾവ് ചെയ്താൽ തന്നെ മാർക്ക് കിട്ടുള്ളൂ. മാത്സ് അത്യാവശ്യം കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട മാത്സ്. 2025 എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷനിൽ നമ്മുടെ കേരളത്തിൻ്റെ നല്ല ബ്രില്യൻറ്റിൻ്റെ നല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ അക്ഷയ് ബിജുവും അതേപോലെ അക്ഷയ് ബിജുവിൻ്റെ പാരൻസുമാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അക്ഷയ് ഇതുവരെ ഉണ്ടായ നേട്ടങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ നേട്ടങ്ങളും സന്തോഷങ്ങളും ഇനി അങ്ങോട്ട് അക്കാഡമിക്സിലാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.